നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പായസം റെസിപ്പി നോക്കിയാലോ. ഉണങ്ങല്ലരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അരി നന്നായി കഴുകിയിട്ട് ഒരു ഉരുളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ശർക്കര ഞാൻ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അത് പായസത്തിലേക്കുള്ള മാത്രമല്ല കുറച്ചധികം തന്നെ ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ട് ഒരു ഇങ്ങനെ വേവാൻ ആവുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കുക്കറിലല്ല വേവിക്കണത്. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാല്, ഫുള്ളൊരു നാളികേരം എടുത്തിട്ടില്ല കേട്ടോ, പകുതി മുറിയുടെ പാല് നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അരി ഒരു മുക്കാൽ വേവായ സമയത്താണ് ഈ പിഴിഞ്ഞെടുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അരി കറക്റ്റായിട്ട് വേവണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എടുത്ത അരിയുടെ അളവിനനുസരിച്ചുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിനി നാളികേര പാലില്ലാതെയും ഈ പായസം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. അതിൽ നാളികേരപ്പാൽ എടുക്കുന്നില്ല എങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് മതി കേട്ടോ. നാളികേരപ്പാൽ ഒഴിക്കേണ്ട. അരി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് ഒന്നും ഇങ്ങനെ തിക്കായി വന്നു ശർക്കരപ്പാനി ചേർത്ത സമയത്ത്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാളികേരം നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ നാളികേരക്കൊത്ത്, നമ്മൾ ഉണങ്ങിയ നാളികേരം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി മറ്റേതായാലും കുഴപ്പമില്ല, നാളികേരക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ സെയിം ആ നെയ്യിൽ തന്നെ വറുത്തിട്ട് നമ്മളിനി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചുക്കുപൊടിയാണ് ഈ ഒരു ഏലക്കാപ്പൊടി ഉള്ളോ എങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും ചുക്കുപൊടി ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച മധുരയിലേക്ക് പിടിച്ചിങ്ങനെ തിക്കായിട്ട് വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂണോളം. ഈ ചുക്കിൻ്റെ ടേസ്റ്റ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അഥവാ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചുക്കുപൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, തേങ്ങ, അതുപോലെ മുന്തിരി നെയ്യോട് കൂടെ തന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ സൂപ്പർ പായസമാണ്. അപ്പോൾ ഈ ഓണത്തിനൊക്കെ എളുപ്പത്തിൽ പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളികേരപ്പാലൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ